അത് എ പാനൽ കഴിഞ്ഞ് ബി പാനൽ തീർന്നു, ബി പാനൽ കഴിഞ്ഞാൽ സി പാനൽ. അതായത് ഇതിനൊന്നും മാറ്റം വരുത്താൻ, നിലവിലുള്ളതിന് വേറെ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റത്തില്ല. ഇനി ഒരു പുതിയ മരം എടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇഞ്ചി ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവുള്ളൂ. ഇഞ്ചി കണക്കിലെടുക്കാം. ഇത് 50 ഇഞ്ച്. ഈ ബഡി കൊണ്ടിൻ്റെ അടുത്ത് വേണം കറക്റ്റാണ്. ആദ്യം എടുത്ത് ഇഞ്ചി നമ്മൾ ആദ്യം ഒരു കുറുകെ ഒരു ലൈൻ വരയ്ക്കുന്നു. ഇനി മണ്ണ് കൊണ്ടാണ് നമ്മൾ ഉറപ്പ് വരുത്തണം അല്ലേ? പുതിയ മരം എടുക്കുമ്പോൾ മിനിമം 20 ഇഞ്ച്, ഇത് 27.5 ഇഞ്ചുണ്ട്. നമ്മളിപ്പോൾ 50 ഇഞ്ച് അല്ല 125 സെൻറ്റിമീറ്റർ എന്നൊരു ഉയരത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. നമ്മളിവിടെ നിൽക്കുന്ന നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി എന്തുകൊണ്ടായി 125 സെൻറ്റിമീറ്റർ അല്ല 50 ഇഞ്ചെന്ന് പറയാൻ കാരണം. എപ്പോഴും നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പം നമ്മൾ പല കാര്യങ്ങളും വന്ന് പറയും, പലരും വന്ന് പല കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ആ കാര്യം അങ്ങനെ പറയുന്നത് എന്ന് നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാകും. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടായി അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടുവാണെങ്കിൽ പിന്നെ നമ്മൾ മറക്കൂല. മനസ്സിലായില്ലേ? ഇപ്പം ഈ മരം നല്ല വണ്ണമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ 125 സെൻറ്റിമീറ്റർ ഹൈറ്റ് നടന്ന ശരാശരി ഒരു മനുഷ്യൻ്റെ ഉയരത്തിന് കണക്കാക്കിയാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? അല്പം കൂടെ മുകളിൽ ഉയരമുള്ള ആളാണെങ്കിൽ വരുന്നത്, പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് വേണം നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഹൈറ്റിൻ്റെ കാര്യം വിശ്വസിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇതുപോലെ നമ്മൾ ഇദ്ദേഹം പറയുന്ന ടോമി ഒരുപാട് കാര്യങ്ങൾ വിശദമായിട്ട് നിങ്ങളെ കാണിച്ച് പറഞ്ഞു തരും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതിന് ഉത്തരം നമുക്ക് കിട്ടണം കേട്ടോ. ഇടത്തോട്ട് വെട്ടാളെന്ന് തിരിച്ചു വെട്ടിയാൽ എന്താ കുഴപ്പം? അല്ലേ? എനിക്ക് അടുത്ത് കൈ അപ്പം അങ്ങനെ ഞാൻ തിരിച്ചു വെട്ടിയാൽ എന്താ കുഴപ്പം എന്ന് ആലോചിക്കണം. അതിനുള്ള കാര്യങ്ങൾ ഇദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞ് കാണിച്ച് അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ചോദിക്കണം. അതാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യം കേട്ടോ. പ്ലീസ് കണ്ടിന്യൂ. അപ്പം 125 സെൻറ്റിമീറ്റർ ഉയരം എന്ന് പറഞ്ഞതിൽ ശരാശരി പൊക്കമുള്ള ഒരു ടാപ്പർക്ക് വെട്ടുചാല് കണ്ട് ടാപ്പ് ചെയ്യാവുന്ന ഉയരമാണ് 125 സെൻറ്റിമീറ്റർ. ഇനി ഒരു ടാപ്പർക്ക് പൊക്കം കൂടുതലാണ് 125 സ്ഥാനത്ത് 150 ഇട്ടെന്ന് പറഞ്ഞാലും മരത്തിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ 150 വേണമെങ്കിലും ഇടാം. പക്ഷെങ്കിൽ ആ ടാപ്പർ മാറിക്കഴിഞ്ഞ് വേറെ പൊക്കം പറഞ്ഞ് ടാപ്പർ വന്നു കഴിഞ്ഞാൽ സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ശരാശരി പൊക്കമുള്ള ടാപ്പർക്കും ടാപ്പ് ചെയ്യാവുന്ന ഒരു ഉയരമാണ് 125. ഇനി നമ്മൾ ചുറ്റുവണ്ണം കണ്ട് വണ്ണം ഉറപ്പാക്കി കഴിഞ്ഞാൽ ആദ്യം ഒരു നേർരേഖ വരയ്ക്കും. ഈ വണ്ടിയോളിൽ അവിടുന്ന് നേർരേഖ വരയ്ക്കണം. ഈ നേർരേഖ എന്ന് പറയുന്നത് ഇടത്തോട്ട് ചെരിയരുത്, വലത്തോട്ട് ചെരിയരുത്, കറക്റ്റ് സ്ലോപ്പായിരിക്കും, കറക്റ്റായിരിക്കണം. ഇനി ചുറ്റുവണ്ണത്തിൻ്റെ പകുതി കണ്ടുപിടിച്ച് പകുതി അടയാളം 28ന് 2 വരെ കുറവാണ്. ഇനി നമ്മൾ പുറത്തെ വര വരയ്ക്കുമ്പോൾ ഒരടി മുകളിലോട്ട് നീട്ടി വരയ്ക്കണം. എന്തിനാ? സ്ലോപ്പ് ഇങ്ങനെ കയറി മുകളിലോട്ട് പുറകിലേക്ക് വരുന്നുണ്ട്. ഈ താഴോട്ടുള്ള വര ഇച്ചിരി അമർത്തി വരയ്ക്കണം കേട്ടോ. എന്തിനാ കാരണം? കുറച്ച് വർഷം കഴിയുമ്പോഴേക്കും മാഞ്ഞു വെച്ചാൽ താഴോട്ട് ഇച്ചിരി പ്രസ് ചെയ്ത് വരയ്ക്കണം. മുകൾക്ക് അത്ര ഇച്ചിരി ലൈറ്റായിട്ട് വരച്ചാൽ. ഇനി നമ്മൾ മരത്തിൻ്റെ 2 തുല്യ ഭാഗങ്ങളാക്കി ആദ്യം നമ്മൾ മുകളിലത്തെ വര വരയ്ക്കും. അപ്പോൾ ഏറ്റവും മുകളിലുള്ള വെട്ടിയാലായിട്ട് ഇനി താഴെ വര കൊടുത്തിരിക്കുന്നുണ്ടോ? ഇപ്പോൾ ടാപ്പിംഗ് പാനൽ എപ്പോഴും സമാന്തരമായിരിക്കും. ഈ വരകളെ പിൻകാനയിലെ ടാപ്പിങ്, മുൻകാന ടാപ്പിങ് ഇവിടെ എല്ലാ ഭാഗത്തും ഒരേ അങ്ങനെ ഈ വരയും ടാപ്പിംഗ് പാനലും തമ്മിൽ കാണാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ കൃത്യമായി നമ്മൾ സ്ലോപ്പ് നിലനിർത്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്കം വരച്ചാൽ നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ ഈ 1 വർഷക്കാലത്തേക്ക് നമ്മൾ ഏറിയ മുൻകാരം കയറണം.
ചില്ലടിക്കുന്നത് അരയടി ഇതാണോ ഇത്രയും. ഈ മൂന്നാമത്തെ നാലാമത്തെ ലൈനിൻ്റെ ചെറിയൊരു സ്റ്റോപ്പ് കൊടുത്ത് കമ്പിയുണ്ട് നമ്മൾ കമ്പി പിടിപ്പിക്കുമ്പോൾ ഈ ക്ലിപ്പാണ് ഏറ്റവും നല്ലത്. ഇത് കേട്ട തടസ്സമില്ലാതെ എടുക്കാനുള്ള ചെറിയ ചക്ക ആയതുകൊണ്ട് ഇച്ചിരി അടുപ്പിച്ച് വെക്കണം. നമ്മൾ സ്പീഡിൽ പാലെടുക്കുമ്പോൾ ചിരട്ടയിൽ ചില്ല് മുട്ടാൻ പാടില്ല, അയാളുടെ അകത്ത് വേണം നമ്മൾ. പിന്നെ മഴക്കാലത്തൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് ഇട്ടാൽ കവർ ചെയ്യണം. പ്ലാസ്റ്റിക് ഇടുമ്പോൾ ഇത് മൂടി നിൽക്കാനുള്ള അകലമായിരിക്കണം. അത്ര കാര്യം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ മറ്റേ നാടൻ കത്തിക്ക് തന്നെ ഓപ്പൺ ചെയ്യാം. പിന്നെ ഇവിടെ എല്ലാവരും ചെയ്യുന്നതല്ല. അപ്പോൾ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വെട്ടിയാൽ ചിരട്ട ഇപ്പോഴും നമ്മൾ പൊളിച്ച് കമഴ്ത്തി വെച്ചിട്ടാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. ആദ്യത്തെ നമ്മൾ മുൻകാലം കത്തി തിരിച്ച് പിടിക്കുക, ഒരു ഗ്യാപ്പ് കിട്ടും. പിൻകാലം വരെ കുത്തി നിർത്തും. ഈ കത്തിയുടെ പേരറിയാമോ? ജബോങ് നൈഫ്, അല്ലെ മലേഷ്യയിൽ ഉപയോഗിക്കുന്ന മലയും കത്തി എന്ന് അറിയപ്പെടും ജബോങ് നൈഫ്. ഈ കത്തിയാണ് നമുക്ക് പൊക്കമുള്ള പട്ടയിൽ നമുക്ക് ആയാസരഹിതമായിട്ട്, അതായത് ഈ കത്തിക്ക് ഒരു 500 മരം വെട്ടുന്നതും മറ്റേ നാടൻ കത്തിക്ക് 400 മരം വെട്ടുന്നതും ഇതിനൊരു 500 മരം കിട്ടുന്ന ആയാസം ഒരുപോലെ നമ്മൾ വലിച്ചാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സ്ട്രെയിൻ ആയാസക്കുറവാണ്. ഈ കത്തിക്കാകുമ്പോൾ നമുക്ക് പിൻകാൻ ആദ്യം കൊത്തി നിർത്തിയിട്ട് മുന്നോട്ട് വെക്കാം. ഇവിടെ മുൻകാരെ കൊണ്ട കുത്തി കത്തി തിരിക്കുന്നുണ്ട്. ഈ കത്തി ഇവിടെയൊക്കെ ആയി തുടങ്ങിയോ? സുലഭമായോ? പിന്നെ ഞാൻ റബ്ബർ ബോർഡിൻ്റെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ അവിടെ ഈ കത്തിയേ ഉള്ളൂ, നാടൻ കത്തി ഉപയോഗിക്കാറില്ല. ഒത്തിരി വെട്ടി മരത്തിൽ നേരത്തെ കേടൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് രണ്ടാമത്തെ പട്ടയത്തിന് ഇത് നമ്മൾ വിചാരിച്ചത് പാനൽ ടാപ്പിങ് മഴക്കാലത്തും ഇവിടെ നോക്കി ഈ ഭാവം നാളെ വെട്ടുമ്പോൾ ഒന്ന് വെച്ചാലേ അതെ പാല് പോകാം. അത് നമ്മൾ പാലോടെ